സാർ സാർ കള്ളമുട്ടാപ്പി ജയിലിൽ ചാടി. മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ട്, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. ഓടിത്തള്ളണ്ടാ കുട്ടാപ്പി, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. CP+ Advanced AI Surveillance Solutions built with CTC technology. മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. സാർ IPS ആണല്ലേ? IPS അല്ല, CP+. പുനലൂർ മണ്ഡലത്തിൽ ഐക്യം വീണ്ടെടുത്ത് കോൺഗ്രസ്. വിമത ഭീഷണി അവസാനിച്ചു. UDF ആത്മവിശ്വാസത്തിൽ. കോൺഗ്രസിലെ വിമത ഭീഷണിയെ തുടർന്ന് ഏവരും ഉറ്റുനോക്കിയിരുന്ന മണ്ഡലമാണ് പുനലൂർ മണ്ഡലം. പുനലൂരിൽ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി ഒഴിവായതോടെ പുനലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനായി ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ. AICC, KPCC നേതൃത്വങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് പുനലൂർ മണ്ഡലത്തിലെ വിമത ഭീഷണി ഒഴിവായത്. തുടർന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ, കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നൌഷാദ് യൂനുസ്, മറ്റു കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പുനലൂരിൽ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. നിരവധി വർഷങ്ങളായി ഇടതുമുന്നണി ഭരിക്കുന്ന പുനലൂർ നിയോജക മണ്ഡലം വികസനത്തിൽ പുറകിലാണെന്നും വികസനത്തെ മുൻനിർത്തിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് വ്യക്തമാക്കി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു. ടീം UDF സജ്ജമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോൾ പുനലൂർ അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അതിനോടൊപ്പം പുനലൂരും ഉണ്ടാകും. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടത്. കഴിഞ്ഞ 30 വർഷക്കാലമായി വികസന മുരടിപ്പ് നേരിടുന്ന ഒരു പ്രദേശമാണ്. ഞാനിത് പറയുമ്പോൾ ഒരു വെറുമ്പാക്ക് പറയുന്നു. നിങ്ങളുടെ പരിസരത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, പരിസരത്തുള്ള നിയോജക മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ ഉണ്ടായ ഡെവലപ്മെൻറ്റുകളുടെ കുറച്ച് ഭാഗം ശ്രദ്ധിച്ചു. അതിൻ്റെ ഒരു അംശം പോലും പുനലൂരിൽ ഉണ്ടായിട്ടില്ല. അതേസമയം UDFനായി മുസ്ലിം ലീഗ് അവതരിപ്പിച്ച നൌഷാദ് യൂനുസ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തി എന്ന നിലയിൽ പുനലൂർ മണ്ഡലത്തിനായി നിരവധി കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. അതേസമയം കോൺഗ്രസ് നേതൃത്വം ആദ്യം തന്നെ തീരുമാനിച്ച സ്ഥാനാർത്ഥിയായ നൌഷാദ് യൂനുസിനെ മാറ്റേണ്ടി വന്നിരുന്നുവെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വസ്തതയും പുനലൂർ മണ്ഡലത്തെയും പൊതുവെ ബാധിക്കുമായിരുന്നുവെന്നും ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുമായി മുന്നോട്ടു പോയ തീരുമാനം സ്വാഗതാർഹമാണെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. അതേസമയം UDFന്റെ സീറ്റ് 3ാം സ്ഥാനവും മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പുനലൂരിൽ വിമത സ്ഥാനാർത്ഥികളുടെ ഭീഷണി ഉയർന്നത്. ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച DCC ട്രഷററും UDF പുനലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ നെൽസൺ സെബാസ്റ്റ്യൻ KPCCയുടെ ഇടപെടലിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ പിന്മാറിയിരുന്നു. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കൊല്ലം DCC ജനറൽ സെക്രട്ടറിയായി SC സഞ്ജയ് ഖാൻ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തി. ഔദ്യോഗിക നേതൃത്വത്തിന്റെ നിലപാട് മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുമെന്നും ഈ പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സഞ്ജയ് ഖാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ട് പ്രശ്നത്തിൽ ഇടപെട്ട് അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനെ പിന്തിരിപ്പിച്ചതോടെയാണ് പുനലൂർ മണ്ഡലത്തിലെ വിമത സ്ഥാനാർത്ഥി ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞത്. തുടർന്ന് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നൌഷാദ് യൂനുസിനെ വിജയിപ്പിക്കാനുള്ള UDFന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ലീഗ് തന്നെ ഒരു ഘട്ടത്തിൽ സീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സീറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമെന്നുള്ള ഒരു ധാരണ ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ മുന്നണിയുടെ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് UDF പൊതുവെ തീരുമാനിച്ചത്. RSPയെ സംബന്ധിച്ചും സമാന സ്വഭാവത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളും ഇതുപോലെ തന്നെ മറ്റൊരു സീറ്റ് ബദലായി കിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചു. നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മുഴുവൻ ആശയക്കുഴപ്പങ്ങളും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നണി UDFന്റെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ നൌഷാദ് യൂനുസിനെ
വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.